ഗ്രാമ പശ്ചാത്തലത്തിൽ ഒരു മലയാളം സിനിമ. ഇത് കേൾക്കുമ്പോൾ മനസ്സിൽ കയറി വരുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലൊന്നാണ് പാലക്കാട് ജില്ലയിലുള്ള ഒറ്റപ്പാലം. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റൂട്ടിലുള്ള പ്രശസ്തമായ അനങ്ങൻമല ഇക്കോ ടൂറിസത്തിനടുത്തായുള്ള പഴയൊരു അക്വാഡക്റ്റ് പാലം, കീഴൂർ അക്വാഡക്റ്റ് പാലം എന്ന് പറഞ്ഞാൽ ഒരുവിധം പാലക്കാട്ടുകാർക്കെല്ലാം അറിയുന്നൊരു സ്ഥലമാണ്. ആറാം തമ്പുരാൻ സിനിമയിലെ ലൊക്കേഷൻ എന്ന് പറയുമ്പോഴായിരിക്കും മലയാളികൾക്ക് കൂടുതലായും ഈ സ്ഥലത്തിനെ അറിയാം. ആറാം തമ്പുരാൻ മാത്രമല്ല, കുറേ സൂപ്പർ ഹിറ്റ് മലയാള സിനിമകൾക്ക് കീഴൂർ അക്വാഡക്റ്റ് പാലം ലൊക്കേഷൻ ആയിട്ടുണ്ട്. കീഴൂർ അക്വാഡക്റ്റ് പാലത്തിൻ്റെ കാഴ്ചകൾ തേടിയാണ് ഇന്നത്തെ യാത്ര. രാവിലെ നേരത്തെ സൂര്യൻ ഉദിച്ചു തുടങ്ങിയതും പാലക്കാട്ട് നിന്ന് യാത്ര തുടങ്ങി. പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം 42 കിലോമീറ്റർ ഉണ്ട് അനങ്ങൻമലയ്ക്കടുത്തുള്ള ആ അക്വാഡക്റ്റ് പാലത്തിലേക്ക്. കേരളത്തിൽ പണ്ടേ പ്രശസ്തമാണ് നമ്മുടെ ഈ ഒറ്റപ്പാലം റോഡ്. പോകുന്ന വഴിയിലാണ് പ്രശസ്തമായ പർലി ബ്രിഡ്ജ്. കേരളത്തിലെ ഏറ്റവും പഴയ പാലങ്ങളിലൊന്നാണ് പർലി പാലം. പഴയ പാലത്തിനോട് ചേർന്ന് തന്നെയാണ് പുതിയ പാലവും നിർമ്മിച്ചിരിക്കുന്നത്. ഒറ്റപ്പാലം പോകുന്ന വഴിയിലുള്ള കുറേ വീഡിയോസ് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. കീഴൂർ അക്വാഡക്റ്റിലേക്ക് പോകാൻ ഒറ്റപ്പാലം ടൗണിലെത്തേണ്ട ആവശ്യമില്ല. ടൗണിന് മുൻപായി പഴയ ലക്കിടി കഴിഞ്ഞപ്പോൾ വലത്തോട്ടൊരു റോഡ് പോകുന്നുണ്ട്. ആ വഴിയാണ് യാത്ര ചെയ്യേണ്ടത്. മംഗലം മുരിക്കൻപേട്ട റോഡ് എന്നാണ് ഗൂഗിൾ മാപ്പിൽ ഈ വഴിയുടെ പേര് കൊടുത്തിരിക്കുന്നത്. പണ്ട് മുളഞ്ഞൂർക്കാവിലേക്ക് പോയതും ഈ വഴിയിലൂടെയാണ്. മുളഞ്ഞൂർക്കാവ് ഇവിടെ അടുത്താണ്. പക്ഷെ നമ്മൾ ഇന്ന് തേടി പോകുന്ന ആ അക്വാഡക്റ്റ് പാലം കാണാൻ മെയിൻ റോഡിൽ നിന്ന് കുറച്ചു ദൂരം അകത്തേക്ക് യാത്ര ചെയ്യാനുണ്ട്. മെയിൻ റോഡിൽ നിന്ന് അകത്ത് കയറിയതും തനി പാലക്കാടൻ ഗ്രാമക്കാഴ്ചകളാണ് പോകുന്ന വഴിയിലെല്ലാം. ഒരുപാട് വളവും തിരിവുള്ള വഴികളായ കാരണം ഈ ലൊക്കേഷൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇല്ലെങ്കിൽ ഈ സ്ഥലം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പോകുന്ന വഴി ആരോട് ചോദിച്ചാലും വഴി പറഞ്ഞു തരും. പാലം എത്താറാകുമ്പോൾ കനാലിനോട് ചേർന്ന് നിൽക്കുന്ന ചെറിയൊരു വഴിയാണ് ഒരു സമയം ഒരു വണ്ടിക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന രീതിയിലുള്ള വഴി. പാലക്കാട് ജില്ലയിലെ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ അനങ്ങൻമലയ്ക്കും കൂനൻമലയ്ക്കും ഇടയിലുള്ള സ്ഥലമാണ് കീഴൂർ ഗ്രാമം. അവിടെയാണ് ഈ അക്വാഡക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് സൂപ്പർ ഹിറ്റ് മലയാള സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ ആറാം തമ്പുരാൻ, അരയന്നങ്ങളുടെ വീട്, ഈ പുഴയും കടന്ന്, ആകാശഗംഗ, ദ്രോണ, ദാദാ സാഹിബ്, കാരുണ്യം, അങ്ങനെ കുറേയേറെ സിനിമകൾ. കഴിഞ്ഞിട്ടില്ല തമിഴിലെ സൂപ്പർ ഹിറ്റ് ചിത്രമായ മുത്തു എന്ന സിനിമയിലെ ചില രംഗങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ വരുന്ന കാറ് പോലെയാണ് ആറാം തമ്പുരാൻ്റെ രംഗം. കാറിന് പകരം ഒരു ജീപ്പാണ് സിനിമയിൽ ഈ പാലത്തിലൂടെ കടന്നു വരുന്നത്. ആറാം തമ്പുരാൻ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. കണ്ട ആളുകൾ ഒരിക്കലും ആ സീനും മറക്കില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ ചുറ്റും കൃഷിയിടങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഈ കൃഷിയിടങ്ങളിലേക്കുള്ള വെള്ളമാണ് അക്വാഡക്റ്റ് പാലത്തിലെ കനാലിലൂടെ വരുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് നിൽക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായ മറ്റൊരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. ഏതൊരാളെയും ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന ഒരു നൃത്തം ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് കാണാൻ കഴിയും. മയിലാട്ടം എന്നെല്ലാം കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നാണത് ആദ്യമായി നേരിൽ കാണുന്നത്. പെൺമയിലിനെ ആകർഷിക്കാനായി ആൺമയിലാണ് പീലി വിടർത്തി നൃത്തമാടുകയെന്ന് കേട്ടിട്ടുണ്ട്. കൂടെ മറ്റൊരു മയിലും കാണുന്നുണ്ട്. അത് പെൺമയിലാവാനാണ് സാധ്യത. മഴ വരുമ്പോഴും മയിൽ നൃത്തമാടാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. മഴക്കാലമായതുകൊണ്ട് എപ്പോൾ വേണേലും മഴ പെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഇവിടെ വരുന്ന ഏതൊരാളെയും ആകർഷിക്കുന്ന മറ്റൊരു കാഴ്ചയാണ് പാലത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ആ ചെറിയ കുളം. ചുറ്റുമുള്ള പച്ചപ്പും കൃഷിയിടങ്ങളും പുറകിലായുള്ള മലനിരകളുടെ കാഴ്ചകളെല്ലാം ഈ കുളത്തിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട്. രാവിലത്തെ സമയമായ കാരണം കുളത്തിലെല്ലാം നല്ല തിരക്കായിരുന്നു. കുളത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി അവിടുത്തെ തിരക്ക് കഴിയാനായി കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് മഴയില്ലെങ്കിലും ഒരു മഴക്കാലത്താണ് ഞാൻ ഈ സ്ഥലത്തേക്ക് യാത്ര ചെയ്തത്. അതുകൊണ്ട്
കുളത്തിൽ നിറയെ വെള്ളമുണ്ട്. ചുറ്റും പച്ചപ്പും കാണാൻ കഴിയും. അല്ലെങ്കിലും മഴക്കാലത്ത് നമ്മുടെ കേരളത്തിനൊരു പ്രത്യേക ഭംഗിയാണ്, പ്രത്യേകിച്ചും കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങൾക്ക്. കുളക്കടവിൽ വെള്ളത്തിൽ കാലുമിട്ടിരുന്ന കൂട്ടുകാരുമൊത്ത് വർത്താനം പറഞ്ഞിരിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. കൂടെ കൂട്ടുകാരില്ലേലും ഈ കുളം കാണുമ്പോൾ പഴയ കുറേ ഓർമ്മകളെല്ലാം മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. വെറുതെ അല്ല ഇവിടെ ഇത്രയും സിനിമകൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന. പ്രകൃതി ഭംഗിയുടെ ഒരു കലവറ തന്നെയാണ് ഈ സ്ഥലം. ആദ്യമായി ഇവിടെ എത്തുന്നവർ അത്ര പെട്ടെന്നൊന്നും ഇവിടെ നിന്ന് തിരിച്ചു പോവില്ല. കാരണം അത്രയും കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. മലനിരകളും കൃഷിയിടങ്ങളും കുളവും ഇതിനെല്ലാം നടുവിലൂടെയുള്ള വലിയൊരു പാലവും. പാലക്കാട് ജില്ലയിലുള്ള ഒരുപാട് അക്വാഡക്റ്റ് പാലം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായൊരു അക്വാഡക്റ്റ് പാലമാണത്. ഇവിടുത്തെ ഏതെങ്കിലും മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ ഒരു കുന്നിൽ നിന്ന് മറ്റൊരു കുന്നിലേക്ക് പണിത പാലം പോലെയാണ് ഈ അക്വാഡക്റ്റ് പാലമെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിപ്പോവും. വെയിലുണ്ടെങ്കിലും ചെറിയൊരു മഴക്കാറ് വന്നുണ്ട്. അവിടെ നിൽക്കുമ്പോഴായിരുന്നു മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. വെള്ളം ഒഴുകുന്ന ശബ്ദം കേട്ട് ശ്രദ്ധിച്ചപ്പോഴായിരുന്നു ചെറിയൊരു അരുവി കാണാൻ കഴിഞ്ഞത്. പാലത്തിനടുത്ത് കുളമുള്ളതായി നേരത്തെ അറിയാമായിരുന്നു, പക്ഷേ ഈ അരുവി ഒട്ടും പ്രതീക്ഷയില്ല. മലയോര പ്രദേശമായതുകൊണ്ട് ഈ അരുവി കണ്ടതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. എന്നാലും ഇതെനിക്കിന്ന് കിട്ടിയൊരു ബോണസാണ്. മഴ കുറവായതുമൂലം ഈ അരുവിയിൽ വെള്ളം കുറവാണ് എന്നിതുവഴി നടന്നുപോയൊരു നാട്ടുകാരൻ എന്നോട് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴെല്ലാം കുത്തിയൊലിച്ച് വെള്ളം വരേണ്ട സമയമാണ് എന്നാണ് ഇവിടുത്തെ ആ നാട്ടുകാരൻ പറഞ്ഞത്. ഇതിപ്പോൾ പാലത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇതുപോലൊരു അരുവി കണ്ടാൽ പാലത്തിൻ്റെ താഴെ പോയി ആ അരുവിയുടെ ഭംഗി ആസ്വദിച്ചില്ലെങ്കിൽ ഈ യാത്ര പൂർണ്ണമാകില്ല. സമയം കളയാതെ ഇനി ആ അരുവിയുടെ അടുത്തേക്ക് പോകാം. പാലത്തിനോട് ചേർന്ന് ചെറിയൊരു വഴി പോകുന്നുണ്ട്. ആ വഴിയിലൂടെയാണ് ഇനി പോകേണ്ടത്. പോകുന്ന വഴിയിൽ കുറച്ച് വീടുകളുമുണ്ട്. ഇന്നലെയെല്ലാം നല്ല മഴയായിരുന്നു, പക്ഷെ ഇന്നത്തെ ഈ വെയിൽ കാണുമ്പോൾ ഇന്നിനി മഴ പെയ്യുമെന്ന് തോന്നുന്നില്ല. ഇന്നലെയെല്ലാം പെയ്ത മഴ കാരണമാണ് ഇന്ന് അരുവിയിൽ വെള്ളം കാണാൻ കഴിയുന്നത്. പോകുന്ന വഴിയിൽ കുറേ പൂക്കളും ചെടികളെല്ലാം ഉണ്ട്. ഈ വഴിയിൽ വീടുകളുള്ള കാരണം പോകുന്ന വഴിയെല്ലാം നല്ല വൃത്തിയായി വെച്ചിട്ടുണ്ട്. ആ അരുവിയുടെ അടുത്തെത്താൻ കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോകണം. ഇവിടെ നിന്ന് അക്വാഡക്റ്റ് പാലത്തിലേക്ക് നോക്കിയപ്പോഴാണ് ആ പാലത്തിൻ്റെ വലുപ്പം നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നത്. പണ്ടത്തെ പാലങ്ങളുടെ ആ ഒരു കെട്ടുറപ്പ് അത് പറയാതിരിക്കാൻ വയ്യ. പാലത്തിൻ്റെ താഴത്തേക്ക് വരാനുള്ള പ്രധാന കാരണം ഈ കാണുന്ന അരുവി കുറച്ചുകൂടി അടുത്ത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ഭാഗത്തെല്ലാം പുല്ലുകളും ചെടികളും കൊണ്ട് കാട് പിടിച്ച് കിടക്കണം. സൂക്ഷിച്ചു വേണം ഇവിടെ ഓരോ ചൂട വയ്ക്കാൻ. വെള്ളം കുറവാണെങ്കിലും നല്ല ശക്തമായി ഒഴുകി പോകുന്നുണ്ട്. തൊട്ടടുത്തുള്ള വീട്ടിലുള്ളവരെല്ലാം ഇവിടെ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. മഴക്കാലത്ത് പ്രതീക്ഷിച്ചത്ര വെള്ളം ഇതിലില്ലാത്ത കാരണം ചെറിയൊരു നിരാശയിലാണ് അവർ. മാപ്പിൽ നോക്കിയപ്പോൾ അക്വാഡക്റ്റിന് താഴെ കൂടെ പോകുന്ന കനാൽ കാഞ്ഞിരപ്പുഴ കനാൽ എന്നാണ് കണ്ടത്. പാലത്തിന് മുകളിൽ നിന്ന് കണ്ട ആ അരുവിയുടെ ഭാഗത്തെത്താൻ കുറച്ചുകൂടി മുന്നോട്ട് പോകണം. പക്ഷേ ഇതുപോലുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ ഇവിടെ തന്നെ അങ്ങ് പിടിച്ചു നിർത്തുകയാണ്. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ എന്തോ പറയാൻ ശ്രമിക്കുന്ന പോലെയാണ് തോന്നുന്നത്. മുന്നിലായി കാണുന്നതെല്ലാം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അതിന് പിറകിലായി ചെറിയ കുന്നുകളും മലനിരകളും കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് പാലത്തിന് മുകളിൽ നിന്ന് കണ്ട അരുവിയുടെ ആ ഭാഗം. ചെറിയൊരു വെള്ളച്ചാട്ടത്തിന് സമാനമായി വെള്ളം ഒഴുകി വരുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സൂക്ഷിച്ചു നോക്കിയാൽ വെള്ളം ഒഴുകുന്നതിൻ്റെ അടിഭാഗം കാണാൻ കഴിയും. നല്ല തെളിമയാർന്ന വെള്ളമാണ് ഇതുവഴി ഒഴുകി പോകുന്നത്. വേനൽക്കാലത്താണ് ഇവിടെ വരുന്നതെങ്കിൽ ഇതൊന്നും കാണാൻ കഴിയില്ല. ഈ വെള്ളം പോകുന്ന ഭാഗമെല്ലാം വറ്റി വരണ്ട് കിടക്കുന്നുണ്ടാവും. കുറച്ച് വൈകിയാണെങ്കിലും മഴക്കാലത്ത് ഇവിടെ വന്നത് എന്തുകൊണ്ടും നന്നായി. ഇന്നിവിടെ മഴ പെയ്തിരുന്നെങ്കിൽ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കാഴ്ചകൾ കണ്ട് തിരിച്ചു പോകേണ്ടി വരുമായിരുന്നു. പല രീതിയിലുള്ള ചെടികളും ചെറിയ ചെറിയ പൂക്കളും ആ പൂക്കളിൽ നിന്ന് തേൻ നുകരാനായി വരുന്ന വണ്ടുകളും കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. ഇനി തിരിച്ച്
പാലത്തിന് മുകളിലേക്ക് പോവാം. ഈ ഒരു ഭാഗത്തായാണ് ഈ പുഴയും കടന്ന എന്ന സിനിമയിൽ ചില രംഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കാറുകളും ബൈക്കുകളുമായി നിറയെ വണ്ടികൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ഞാനിവിടെ എത്തിയപ്പോൾ രാവിലത്തെ സമയം നടക്കാനായി വന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോഷൂട്ടിനായി വന്ന കുറച്ചു പേരും. ചില സമയങ്ങളിൽ ഇവിടെ നല്ല സന്ദർശകരുടെ തിരക്കാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഇന്നൊരു അവധി ദിവസമായിട്ടും ഈ പാലത്തിൽ അത്ര തിരക്ക് കാണാൻ കഴിഞ്ഞില്ല. പാലത്തിന് മുകളിൽ നിന്ന് കണ്ട ആ കുളത്തിനടുത്തേക്കാണ് ഇനി പോകുന്നത്. പാലത്തിൻ്റെ തുടക്കത്തിലായിരുന്നു അരുവിയിലേക്ക് പോകാനുള്ള വഴി. എന്നാൽ കുളത്തിലേക്ക് പോകാനുള്ള വഴി പാലം അവസാനിക്കുന്നിടത്താണ്. ഇത് തന്നെയാണോ വഴി എന്നറിയില്ല. എന്നാലും ചെറിയൊരു ഊഹം വെച്ചാണ് പോകുന്നത്. ഇവിടെ ഒന്നും വഴി ചോദിക്കാനായി ആരെയും കാണുന്നില്ല. എന്തായാലും പോയി നോക്കാം. വഴി തെറ്റാണെങ്കിൽ തിരിച്ചു വരാം. കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ ആ കുളം കണ്ടു തുടങ്ങി. അപ്പോൾ ഇത് തന്നെയാണോ വഴി? വഴി തെറ്റിയിട്ടില്ല. പോകുന്ന വഴിയിലെല്ലാം നിറയെ ചെളിയുണ്ട്. അതുകൊണ്ട് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഇന്ന് ആ കുളത്തിനടുത്ത് പോയി കാല് കഴുകിയിട്ടേ തിരിച്ചു വരുന്നുള്ളൂ. ഈ കുളത്തിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ആദ്യം കരുതിയത് കുളത്തിന് ചുറ്റും നെൽപ്പാടങ്ങളാണെന്നാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇതൊന്നും നെൽപ്പാടങ്ങളല്ല, മഴയത്ത് പുല്ല് വളർന്നു നിൽക്കുന്നതാണ്. കരിങ്കല്ല് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കാണുന്ന ഏതൊരാൾക്കും ഇറങ്ങാൻ ആഗ്രഹം തോന്നുന്ന നല്ല വൃത്തിയുള്ള കുളം. എന്തായാലും ആ ആഗ്രഹം അങ്ങ് മനസ്സിൽ തന്നെ വെച്ചു. കാരണം പരിചയമില്ലാത്ത നാടാണ്, പരിചയമില്ലാത്ത കുളവും. ഇതിൽ ആഴം എത്രയാണെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് കുളത്തിൻ്റെ കടവിൽ നിന്ന് കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചാ പാലത്തിലേക്ക് തന്നെ പോവാം. ഈ സ്ഥലത്തെക്കുറിച്ച് നല്ല പരിചയമുള്ള ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ആ കാണുന്ന കുന്നുകളുടെ മുകളിലെല്ലാം ചിലപ്പോൾ കയറാൻ കഴിയും. ഈ സ്ഥലം അധികം പരിചയമില്ലാത്തതുകൊണ്ട് ആ സാഹസികതയ്ക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഈ മനോഹരമായ സ്ഥലത്ത് നിന്ന് യാത്ര പറയാൻ സമയമായി. ഇവിടെ അടുത്താണ് അനങ്ങമല എക്കോ ടൂറിസം. 9:30 മുതലാണ് അവിടെ സന്ദർശകരെ അനുവദിച്ചു തുറക്കുന്നത്. 9:30 ആവാൻ ഇനിയും 1 മണിക്കൂറുണ്ട്. അതുവഴി പോയെങ്കിലും അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. അനങ്ങമലയുടെ വീഡിയോ പിന്നീട് എപ്പോഴെങ്കിലും ഇതുവഴി വരുമ്പോൾ ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വീണ്ടും വരാം.